ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മരിച്ചിനി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. കപ്പ കടുക് വറുത്തത് അല്ലെങ്കിൽ മരിച്ചിനി കടുക് വറുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. നല്ല രുചിയാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നും കൂടെയാണ് ഇത്. മരിച്ചിനി തോട് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക. മരിച്ചിനി തോടെല്ലാം കളഞ്ഞ ശേഷം ചെറിയ പീസായിട്ട് മുറിച്ചിടുക. ഏത് സൈസിൽ വേണോ നിങ്ങൾക്ക് മുറിച്ചിടാം. ഞാൻ അത്യാവശ്യം മീഡിയം സൈസിൽ മുറിച്ചിട്ടിട്ടുണ്ട്. മുറിച്ചിട്ടതിന് ശേഷം ഒരു 4-5 പ്രാവശ്യം നല്ല പോലെ കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകിയെടുത്ത ശേഷം നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം നമുക്കത് ഗ്യാസിലോട്ട് വയ്ക്കാം. തീ കത്തിച്ച് നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. ചെറിയൊരു തിള വരുമ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്. ഏതാണ്ട് ഇതേ വേഗമാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റി വെള്ളം തോരാനാക്കി വയ്ക്കാം. മരിച്ചിനിയുടെ വേവ് നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം. മരിച്ചിനി ഒന്ന് തോരാൻ വെക്കുന്ന സമയത്ത് നമുക്കൊരു പെട്ടെന്നൊരു ചമ്മന്തിയോടെ ഉണ്ടാക്കിയെടുക്കാമേ. അതിലേക്ക് 2 പച്ചമുളക്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ കാന്താരി മുളക് ചേർത്താലും മതി. ഒരു 10-12 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്കത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചമ്മന്തി റെഡി. നല്ല ടേസ്റ്റാണ്. അപ്പം മരിച്ചിനി ഏതാണ്ട് വെള്ളം തോർന്നിരിപ്പുണ്ട്. നമുക്കത് കടുക് വറുക്കാം. അതിലേക്കായി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഈ കപ്പ വറുത്തതിന് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉഴുന്നും പരിപ്പും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉഴുന്നും പരിപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് കൂടെ ഇട്ട് മൂപ്പിക്കുക. കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കണേ. ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ആഡ് ചെയ്യുക. കപ്പ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 കപ്പ് തേങ്ങ അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ അതുകൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ കപ്പ എടുത്ത് കഴിക്കാൻ കണക്കാക്കിയുള്ള വേവിനാണ് കപ്പയെ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ചിലർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ കുഴഞ്ഞ പരുവത്തിൽ അങ്ങനെ കടുവറുത്ത് കഴിക്കാനാണ് ഇഷ്ടം. അത് നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ വേണോ. രണ്ടും നല്ല ടേസ്റ്റാണ്. ചെറിയ തീയിൽ വെച്ചാണ് കപ്പയെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കേണ്ടത്. നല്ല സ്വാദിഷ്ടമായ ഒരു കപ്പ കടുക് വറുത്തതാണിത്. ഇതിൻ്റെ കൂട്ടത്തെ ചമ്മന്തിയും ഒരു ഗ്ലാസ് കട്ടനും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ആ സഹകരണം പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.